KER പരിഷ്കരണം, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ന്യൂനപക്ഷ മാനേജ്മെന്റുകളുടെ അവകാശങ്ങൾ സർക്കാർ ഹനിക്കുകയാണെന്നാരോപിച്ചായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപനം. പാസ്റ്ററൽ കൗൺസിലും കോർപ്പറേറ്റ് മാനേജ്മെന്റും സംയുക്തമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ നടപടികൾക്കെതിരെ 4 ഘട്ടങ്ങളിലായി സമരം സംഘടിപ്പിക്കുവാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ഇതിന്റെ ആദ്യപടിയായി ഇടവകകളിൽ പ്രതിഷേധ ദിനം ആചരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുൻപിൽ നടത്തുന്ന ധർണയും സമാന ചിന്താഗതിക്കാരുമായി യോജിച്ചുള്ള പോരാട്ടവും ഫലം കണ്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുമെന്ന മുന്നറിയിപ്പും സഭാ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ പറഞ്ഞു. തീർച്ചയായും അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൺവെൻഷനിൽ പങ്കെടുത്തവർ രോഷജ്വാല തെളിയിച്ച് സമരപ്രഖ്യാപന പ്രതിജ്ഞ എടുത്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. മീഡിയ 1 കോട്ടയം.